ഞാനും എൻ്റെ ഭർത്താവും സാധാരണയായി വഴക്കിടുന്നത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ട്ടോ കൂടുതലായിട്ടും വഴക്കിടാറുള്ളത്. അതെന്താന്ന് വെച്ചാലേ എനിക്കും മോൾക്കും വേണ്ടിയിട്ട് ചെലവിടാൻ പുള്ളിയുടെ കയ്യില് സമയം കിട്ടാറില്ല. അങ്ങനെയല്ലാട്ടോ, പുള്ളി സമയം കണ്ടെത്താറില്ല. വേറെ പല കാര്യങ്ങൾക്കുമാണ് പുള്ളി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ജോലിയാണെങ്കിൽ നമുക്ക് സന്തോഷേ ഉള്ളൂ. പക്ഷേ ജോലി കഴിഞ്ഞ് പിന്നെ കൂട്ടുകാരായി, അത് കഴിഞ്ഞാൽ നാട്ടുകാരായി, അങ്ങനെ അങ്ങനെ നീണ്ടുപോകും ആ ലിസ്റ്റ്. ഇനി വെറുതെ ഇരിക്കുന്ന കുറച്ച് സമയം കൂടി ഉണ്ട് ട്ടോ. അപ്പൊ പിന്നെ മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാനേ നേരണ്ടാവില്ല. നമ്മൾ കുലുക്കി വിളിച്ചാൽ പോലും അറിയാത്ത അത്ര ഡീപ്പായിട്ടായിരിക്കും പുള്ളിയുടെ മൊബൈൽ ഫോൺ നോക്കലുകൾ. ഇനി നമ്മളിത് ചൂണ്ടിക്കാണിക്കാണ്. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? കുറച്ച് സമയം ഫാമിലിക്ക് വേണ്ടി ചെലവഴിച്ചുകൂടെ? അല്ലെങ്കിൽ കുറച്ച് നമ്മളെ സഹായിച്ചുകൂടെ? എന്തേലും പണിയിലൊക്കെ സഹായിച്ചുകൂടെ? എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. പുള്ളി ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ പുള്ളി എന്തൊക്കെ നമുക്ക് തരുന്നു എന്നതിൻ്റെയും ഒക്കെ ലിസ്റ്റുകൾ പുള്ളി അവിടെ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം അറിയാം. മറ്റുള്ളവരെ മാറ്റാൻ എന്നെക്കൊണ്ടാവില്ല. അതെൻ്റെ ഭർത്താവാണെങ്കിലും ഒരു പരിധിവരെ എൻ്റെ മോളാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരും ആയിക്കൊള്ളട്ടെ. എനിക്ക് അവരെ ഒന്നും മാറ്റാൻ എന്നെക്കൊണ്ടാവില്ല. പക്ഷേ അതിലൊക്കെ എത്രയോ എളുപ്പത്തിൽ എനിക്ക് സ്വയം മാറാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ തിരുത്തി ചിന്തിക്കുകയാണ്. അവരെ മാറ്റുന്നതിലും എത്രയോ നല്ലത് ഞാൻ മാറുന്നതല്ലേ. എൻ്റെ നിന്നോടുള്ള പ്രതീക്ഷകളാണ് നമുക്കിടയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നത്. നീ ഇങ്ങനെയാണെന്ന് ചിന്തിക്കാൻ ഞാൻ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. ഫാമിലി സമയങ്ങളിൽ മോളോടൊപ്പം നീ കൂടെ വേണമെന്ന എൻ്റെ ആഗ്രഹവും ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇതൊന്നുമില്ലാതെ ഞാൻ ഇന്ന് എല്ലാം അംഗീകരിക്കാൻ തയ്യാറാവുന്ന, പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്.